നമസ്കാരം. ഹനുമാനില്ലാതെ രാമായണമുണ്ടോ? രാമായണ മാസം. രാമൻ എന്ന് കേട്ടാൽ തന്നെ അടുത്തത് ഓർമ്മ വരുന്നത് പലപ്പോഴും ഹനുമാനാണ്. ഹനുമാൻ നൽകുന്ന സന്ദേശം എന്താണ്? ഒറ്റ വാക്ക്: കോൺഫിഡൻസ്, സക്സസ്. അപ്പോൾ ഈ സക്സസ്സിലേക്കായിട്ട് ആദ്യം ചിന്തിക്കുന്നത് കോൺഫിഡൻസ് ആണ്. ഇത്രയധികം പല തരത്തിലും പല രീതിയിലും ആ സന്ദർഭവശാൽ നമുക്ക് നൽകുന്ന ഒരു പ്രചോദനം കോൺഫിഡൻസ് ആണ്. ഹനുമാനെ ചിന്തിച്ചാൽ അപ്പോൾ കോൺഫിഡൻസ് ആണ്. കാരണം അദ്ദേഹം സൂര്യനെ വിഴുങ്ങാനായിട്ട് പോയി ആ പ്രായത്തിൽ. അപ്പോൾ അതിനെ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇല്ലെങ്കിൽ നാം വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള ഒരു മെസ്സേജ് നമ്മളിലേക്ക് എത്തിച്ചു. മറ്റൊരു മെസ്സേജ് ഭക്തി, ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കുക, ഡിവോഷൻ എന്ന് മനസ്സിലാക്കരുത്. കാരണം ഇന്ന് ഒരുപാട് പേർ, കാരണം ഇംഗ്ലീഷ് ആണല്ലോ പഠിച്ച് പോരുന്നത്, ജോണി ജോണി എസ് പാപ്പ എന്നുള്ള രീതിക്കാണ് പോകുന്നത്. നമ്മൾ വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ സംസാരിക്കുന്നതെല്ലാം ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. പറ്റിച്ചേ എന്ന് എഴുതി നോക്കുക, പറ്റിപ്പോയി എന്ന് എഴുതി നോക്കുക. പട്ടി പോയി എന്നുള്ളതായിരിക്കും എഴുതുക. പറ്റിപ്പോയി എന്ന് എഴുതാൻ പറ്റില്ല ഇംഗ്ലീഷിലേക്ക്. പക്ഷെ നമ്മൾ നടിക്കുകയാണ്. ഇംഗ്ലീഷ് പദത്തെ കൊണ്ട്, ഇംഗ്ലീഷ് ലെറ്റർ കൊണ്ട് എഴുതി സഹിച്ച് മുന്നോട്ട് പോയിട്ട് അതിനെ താങ്ങിക്കൊണ്ട് നടക്കുകയാണ് നമ്മൾ. കുറ്റം പറയുകയല്ല, മലയാളം ഒഴിവാക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം മലയാളികളുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മലയാളം പഠിച്ചിട്ടുള്ളവരെല്ലാം തന്നെ എഴുതുന്നത് ഒരേ തരത്തിലായിരിക്കും. പക്ഷേ ശ്രീറാം എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് എഴുതാൻ പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ സ്പെല്ലിംഗ് ഇട്ട് എഴുതും. എന്നിട്ട് ഇത് ശ്രീരാമനാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ മലയാളത്തിൽ എഴുതി നോക്കുക, ശ്രീരാമൻ, എല്ലാവരും ഒരേപോലെ എഴുതും. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്വത്ത് ഈ മലയാളം എന്നുള്ള ആ ഭാഷയുടെ എന്താ പറയുക, ഒന്നും പറയാനില്ല, എല്ലാം പോയി കഴിഞ്ഞു. പോട്ടെ, നമുക്കൊരു തിരിച്ചു വരവ് ശ്രമിക്കാം. വരുമോ ഇല്ലയോ എന്നറിയില്ല. ഹനുമാനിലേക്ക് വരാം. ഹനുമാൻ ഈ ഭക്തി, അതിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് നോക്കിയാൽ ഭക്തി ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. ഹനുമാൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് നോക്കുക. ശ്രീരാമനെ കാണുമ്പോൾ, ഇല്ലെങ്കിൽ ശ്രീരാമപാദ സേവ, ശ്രീരാമനെ സേവിക്കുകയാണ്. ഭജ സേവായാം, അതാണ് ഭക്തി. അതിന് നമുക്ക് ഇംഗ്ലീഷിലേക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ആറ്റിറ്റ്യൂഡ്. ഇന്ന ആറ്റിറ്റ്യൂഡാണ് ഭക്തി എന്ന് പറയുമ്പോൾ തന്നെ ആറ്റിറ്റ്യൂഡ് വേണം, നല്ല ആറ്റിറ്റ്യൂഡ് ആവണം. ആ ആറ്റിറ്റ്യൂഡും ശ്രദ്ധയും കൂടി വന്നാൽ കാര്യം സാധിക്കും. എത്ര രഘുനാഥ കീർത്തനം ഏവർക്കും അറിയാം. എവിടെയൊക്കെ രാമനാമമുണ്ടോ അവിടെയൊക്കെ ഹനുമാനുണ്ടെന്നാണ്. അപ്പം ഹനുമാൻ്റെ അമ്പലങ്ങളിലെല്ലാം തന്നെ രാമനാമം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് ചേർത്ത് വായിക്കുമ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഏവരും ഹനുമത് ഭജനം ശീലമാക്കുക. കുട്ടികൾ കോൺഫിഡൻസ്, ഇന്ന് പലർക്കും കോൺഫിഡൻസ് ഇല്ല, ആത്മവിശ്വാസം തീരെ കുറഞ്ഞു പോയി, അവനവൻ്റെ ഇച്ഛാശക്തി തീരെ കുറഞ്ഞു പോയി. എന്തിനും ഏതിനും ഇന്ന് കേരളത്തിൽ അത് കുറവാണ്. പല സംസ്ഥാനങ്ങളിലും നിങ്ങളുടെ ഇന്ന് എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് രാവിലെ. അത് കണ്ട ശേഷം മാത്രമാണ് എനിക്കിന്ന് ഇങ്ങനെ ഇരിക്കും എന്നുള്ളത് അവർ ചിന്തിക്കുന്നത്. കേരളത്തിലെന്തോ അതില്ല, അധികമില്ല. ആയതിനാൽ ഇന്ന് നമ്മുടെ എങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ സ്വന്തം ഇച്ഛാശക്തിയാണ്. ആ ഇച്ഛാശക്തിയെ നല്ല ലെവലിലേക്ക് ഉപയോഗിക്കുവാനായിട്ട് ആരെ ഭജിക്കണം, കോൺഫിഡൻസിനായിട്ട് ആരെ ഭജിക്കണം, ജയിക്കുവാനായിട്ട് ആരെ ഭജിക്കണം, ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഹനുമാൻ ചാലീസ ജപിക്കാം, ഹനുമാൻ്റെ അഷ്ടോത്തരം ജപിക്കാം, ഹനുമത് ശ്ലോകങ്ങളെല്ലാം തന്നെ ജപിക്കാവുന്നതാണ്. നാമജപം 1 രൂപ ചിലവില്ല, 5 മിനിറ്റ് നേരം. ഇനി ഫലിച്ചോ ഇല്ലയോ, ആ ഒരു 5 മിനിറ്റ് മനുഷ്യന് മനസമാധാനം ലഭിക്കും എന്നുള്ളതാണ്. മനസ്സിന് ശാന്തത ഉണ്ടാവും, ക്ലാരിറ്റി ഉണ്ടാവും. അതിൽ നിന്ന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നല്ല ചിന്തകൾ വരും, നല്ല ബുദ്ധിയിലേക്ക് മനുഷ്യൻ തിരിയും, നല്ല റിസൾട്ട് വരും എന്നിങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആയതിനാൽ നാമജപത്തിലേക്ക് തിരിച്ചു വരിക. ഹനുമത് ഭജനം നിത്യവും കുട്ടികളെ ശീലിപ്പിക്കുക. 2 വരിയെങ്കിലും. അസാധ്യ സാധകസ്വാമിൻ അസാധ്യം തവകിം വദ, രാമദൂത കൃപാസിന്ധോ മത്കാര്യം സാധയ പ്രഭോ. ശ്രീ രാമദൂത കൃപാസിന്ധോ. ബുദ്ധിർ ബലം, യശോ ധൈര്യം, നിർഭയത്വം, അരോഗതാം, അജാഢ്യം വാക് പട്ടുത്വം ച ഹനുമത് സ്മരണാത് ഭവേതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹനുമാനെ സ്മരിച്ചാൽ തന്നെ ഇത്രയധികം വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും എന്നുള്ളത് ഏവരും ഓർക്കുക. കുട്ടികളെ ശീലിപ്പിക്കുക. നമസ്കാരം.